ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എടപ്പാളിലുള്ള ക്രസന്റ് പ്ലാസയുടെ മുമ്പിലാണ്. ഇവിടെ എടപ്പാളുകാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫാമിലി റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ കഴിക്കാൻ വന്നതാണ്. അപ്പൊ അവിടെ റെസ്റ്റോറന്റ് മാത്രമല്ല, റൂംസും അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ലമൂൺ റെസ്റ്റോറന്റ്. ഫാമിലി റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് പാർക്കിംഗ് സ്പേസ് കാണുന്നില്ല. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഇതിന്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ബാക്കിലായിട്ട് ഈ ഒരു വിശാലമായ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. ഈ പ്ലാസയിലേക്കുള്ള ആര് വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവരുടെ റെസ്റ്റോറന്റിന് നേരെ പിന്നിൽ തന്നെ ഇവർക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവർ അലോട്ട് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ബാക്ക് സൈഡിലായത് കൊണ്ട് ഒരു ബാക്ക് സൈഡ് എൻട്രിയും കൂടി വരുന്നുണ്ട് റെസ്റ്റോറന്റിലേക്ക്. നമുക്ക് എന്തായാലും റെസ്റ്റോറന്റിന്റെ മുമ്പിലത്തെ എൻട്രൻസിലൂടെ തന്നെ കടന്നു നോക്കാം. കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇവരുടെ സ്നാക്സ് ആൻഡ് സ്മൂത്തീസ് ഒക്കെ കിട്ടുന്ന ഒരു ടെംപ്റ്റിംഗ് കൗണ്ടർ ആണ്. ഇവിടെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സെലക്റ്റീവ് മലബാറി സ്നാക്സ് പലതും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോമ്പിന്റെ സമയത്തൊക്കെ ഇതിനേക്കാളും കൂടുതൽ സ്നാക്സ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ആദ്യം തന്നെ ഒരു ലിഫ്റ്റ് സർവീസ് കാണുന്നുണ്ട്. അത് അവരുടെ റൂംസിലേക്കാന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ഇവരുടെ മെയിൻ റെസ്റ്റോറന്റ് ഏരിയ ആയിട്ട് വരുന്നത്. ഇത് ഇവരുടെ ഒരു കോമൺ ഡൈനിങ് സ്പേസ് ആണ്. നല്ലൊരു സീ ത്രൂ പാർട്ടീഷൻ ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഇവരുടെ ഒരു മെയിൻ റിസപ്ഷൻ ഏരിയ വരുന്നുണ്ട്. അപ്പൊ ഒറ്റ സ്ട്രെച്ചിൽ ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഒരു ലോങ് സ്പേസിലാണ് ഇവരുടെ ഈ കോമൺ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ റിയർ എൻട്രൻസ് നിന്ന് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു കൂൾ ആൻഡ് കോംഫി ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് ആണ്. വളരെ കളർഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റോ അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു വൈബായിരിക്കും. അപ്പൊ കോമൺ ഡൈനിങ് സ്പേസിന്റെയും ഔട്ട്ഡോർ ഡൈനിങ് സ്പേസിന്റെയും നടുവിലായിട്ടാണ് ഇവരുടെ AC ഡൈനിങ് സ്പേസ് വരുന്നത്. നമുക്ക് അവിടേക്കൊന്ന് കയറി നോക്കാം. വളരെ കൂൾ, കംഫർട്ടബിൾ ആൻഡ് കോസി ആംബിയൻസ് ഉള്ള ഒരു ഫൈൻ ഡൈൻ എയർ കണ്ടീഷൻ സ്പേസ് പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒന്ന് നോക്കാം. ഒരു മൾട്ടി ക്യുസീൻ മെനു തന്നെയാണെന്ന് പറയാം. ഒരുവിധം എല്ലാ കാറ്റഗറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പലതരം സാലഡ്സ് ഉണ്ട്, സൂപ്സ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, പിന്നെ ചിക്കന് മാത്രമായിട്ട് ഒരു സെക്ഷൻ വരുന്നുണ്ട്, ബീഫ് ആൻഡ് മട്ടൺ സെക്ഷൻ വരുന്നുണ്ട്, റൈസ് ആൻഡ് നൂഡിൽസ് വരുന്നുണ്ട്, പിന്നെ ഒരു സീ ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്, ബ്രെഡ്സ് വരുന്നുണ്ട്, സ്മോക്ഡ് ആൻഡ് ഗ്രിൽഡ് ഐറ്റംസ് വരുന്നുണ്ട്, വെജിറ്റേറിയൻ സെലക്ഷൻസ് വരുന്നുണ്ട്, കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് വരുന്നുണ്ട്, ജ്യൂസസ്, സൺഡേസ്, മൊഹിത്തോസ്, ഷേക്സ്, പിന്നെ ലൈമും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലുള്ള കുറച്ച് സെലക്റ്റീവ് ഐറ്റംസും പിന്നെ ഇവരുടെ കുറച്ച് പുതിയ ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ആദ്യം എത്തിയത് ഇവർ സജസ്റ്റ് ചെയ്തൊരു സൂപ്പാണ്. അപ്പൊ ആദ്യം കണ്ടപ്പോ ഞങ്ങൾക്ക് പലയിടത്തും സ്ഥിരം കിട്ടുന്ന ആട്ടിൻകാൽ സൂപ്പാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, ഇത് ഇവരുടെ സ്പെഷ്യൽ ലെമൺ കൊറിയാൻഡർ ചിക്കൻ സൂപ്പാണ്. നമുക്കിതൊരു സിപ്പ് എടുത്ത് നോക്കാം. ആഹാ, കൊള്ളാം. ഒരു വെറൈറ്റി ഫ്ലേവർ തന്നെയാണ്. അതായത് നാരങ്ങയും മല്ലിയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂത്തിങ് സൂപ്പാണ്. ഒരു യുണീക് ടാങ്കി ഫ്ലേവറിലുള്ള സൂപ്പാണ്. വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നത് ഇവിടെ റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റാർട്ടർ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. യെസ്, ഇതാണ് ഇവരുടെ കറുമുറു കൂന്തൽ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ പേരിലുള്ളത് പോലെ നല്ല കറുമുറു സ്ക്വിഡ് ഫ്രൈ ആണെന്ന്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന ആ ഗാർലിക് ടൊമാറ്റോ ഡിപ്പിൽ മുക്കി കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ക്രിസ്പി ക്രഞ്ചി ക്രം ഫ്രൈഡ് കൂന്തളാണ്. നല്ല ബ്രോസ്റ്റഡ് പോലെ തിക്ക് കോട്ടിംഗ് ആണ് വരുന്നത്. ഒരു മസ്റ്റ് ഐറ്റം ആണ്. പിന്നെ വന്നത് ഇവരുടെ ഒരു ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ഫ്ലേവറിലുള്ള അൽഫഹാമിന്റെ ഒരു പോർഷൻ ആണ്. ഇതിന്റെ കൂടെ ഒരു കളർഫുൾ ബ്രെഡ് ഐറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് അഫ്ഗാനി ഫ്ലേവറിലുള്ള ക്വാർട്ടർ പോർഷൻ അൽഫഹാം. ഇതിന്റെ കൂടെ അക്കംപനിമെന്റ്സ് ആയിട്ട് ഇവരുടെ ഒരു പീറ്റ ബ്രെഡ് അല്ലെങ്കിൽ കുബൂസ് വരുന്നുണ്ട്, നോർമൽ ഗ്രീൻ സാലഡ് വരുന്നുണ്ട്, ഒരു മയണൈസ് ഡിപ്പ് വരുന്നുണ്ട്, ഒരു മിന്റ് ഡിപ്പും വരുന്നുണ്ട്. അപ്പൊ അഫ്ഗാനി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ടേസ്റ്റ് പിടികിട്ടി കാണും. നമുക്കിതെല്ലാം കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ആ ഒരു ക്രീമി ഫ്ലേവർ ആണ്. അതായത് യോഗേർട്ടും കാഷ്യൂസും ക്രീമൊക്കെ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഗ്രിൽ ചെയ്തെടുത്ത് കിഡിലൻ അൽഫഹാം. ഇനി നമുക്ക് അടുത്ത ഡിപ്പിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ ഇതിൽ നിന്നും കുറച്ച് ചിക്കൻ എടുത്ത് ആ സാലഡും കൂട്ടി മിന്റ് ചട്നിയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം.
മയണൈസിനേക്കാളും കുറച്ച് ആപ്റ്റായിട്ട് തോന്നിയത് ഈ ഒരു കോമ്പിനേഷൻ ആണ്. പിന്നെ വന്നതും ഇവരുടെ ന്യൂലി ലോഞ്ച്ഡ് ഒരു കറിയാണ്. അപ്പോ ഇതാണ് ഇവരുടെ ചിക്കൻ ജൽഫ്രൈസി. ഇതിൽ ചിക്കന്റെ കൂടെ കുറച്ച് സെലക്ടഡ് വെജീസും വരുന്നുണ്ട്. പിന്നെ ഇത് കൂട്ടിക്കഴിക്കാൻ ഇവരുടെ നേരത്തെ വന്ന ആ ഒരു ബ്രെഡാണുള്ളത്. ബ്രെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും ഇപ്പൊ റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഇവരുടെ അമൃത്സറി കുൽച്ചയാണ്. അതിന്റെ ഒരു പോർഷൻ ആണ് ഈ കാണുന്നത്. ഇതൊരു വെജിറ്റബിൾ സ്റ്റഫ്ഡ് കുൽച്ച അല്ല, ശരിക്കും വെജിറ്റബിൾ എംബഡഡ് കുൽച്ചയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ചെറിയൊരു കഷ്ണം പൊട്ടിച്ച് ഇത് ആ ജൽഫ്രൈസിലത്തെ ചിക്കനും കൂട്ടി അതിന്റെ കൂടെ ഉള്ള സെലക്ട് വെജിറ്റബിൾ പീസസും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. കുൽച്ചയ്ക്ക് ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു സ്പൈസി സ്റ്റർ ഫ്രൈ കറിയാണ് ഈ ചിക്കൻ ജൽഫ്രൈസി. വൈകുന്നേരം ഇത്ര നേരം വരെ ഒരു ചായ കുടിക്കാൻ കിട്ടിയില്ല. അപ്പൊ ഇവിടുന്ന് ഒരു ചായ ഓർഡർ ചെയ്തു. വെറും 15 രൂപയ്ക്ക് നല്ലൊരു റിഫ്രഷിംഗ് ചായ പോലെയാണ് ഫീൽ ചെയ്തത്. AC റൂമിലിരുന്ന് ആ ചൂട് ചായയും കൂടി കുടിച്ചപ്പോ നല്ലൊരു ഉന്മേഷം കിട്ടിയതുപോലെ തോന്നി. അങ്ങനെ നല്ലൊരു ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ബെവറേജും ഡെസേർട്ടായിട്ട് ഈ 2 ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്. അപ്പൊ ഇതാണ് ഇവരുടെ റെഡ് വെൽവെറ്റ് ഷേക്ക്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആഹാ, ഇതുവരെയും എവിടുന്ന് അധികം ടേസ്റ്റ് ചെയ്യാത്ത റെഡ് വെൽവെറ്റിന്റെ ഐസ്ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഷേക്കാണ്. അതുകൊണ്ട് വളരെ യുണീക്ക് ഫ്ലേവർ ആയിട്ട് തോന്നി. ഇനി കുറച്ച് ഐസ്ക്രീം മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ല ഫൈൻ ബ്രാൻഡിന്റെ ഐസ്ക്രീം തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ബെവറേജ് ആയിട്ട് പറഞ്ഞത് ഇവരുടെ ഒരു പാഷൻ ഫ്രൂട്ട് മൊയ്ത്തോ ആണ്. ഈ ഒരു റേറ്റിന് നല്ല ഫൈൻ ക്വാളിറ്റി ആണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും നല്ല നാച്ചുറൽ ഫ്ലേവറിലുള്ള പോലെ നല്ല ചിൽഡ് തേഴ്സ്റ്റ് ക്വെഞ്ചിങ് മൊയ്ത്തോ തന്നെയായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു ലവ്ലി ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഒരു ഐറ്റം ഒഴിച്ച് ഞങ്ങൾക്ക് തന്നതൊക്കെ ഇവർ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഡിഷസും ഐറ്റംസും ആണ്. നല്ല യുണീക്ക് ഫ്ലേവേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതേപോലെ നല്ല പ്രസന്റേഷൻ, നല്ല ക്വാണ്ടിറ്റി, റീസണബിൾ റേറ്റും ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ സർവീസും ഹോസ്പിറ്റാലിറ്റിയും വളരെ മികച്ചതായിരുന്നു. ഇദ്ദേഹമാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് മാനേജർ മിസ്റ്റർ പ്രവീൺ. അപ്പൊ ഇദ്ദേഹത്തിനോട് സംസാരിച്ച് നിന്നപ്പോഴാണ് ഞാൻ ഇവരുടെ ഓപ്പൺ കിച്ചൺ ശ്രദ്ധിച്ചത്. ഇവരുടെ സ്പെഷ്യൽ ഡിഷസിന്റെ ഫ്രേഗ്രന്റ് അരോമ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇവിടെ റൂംസും അവൈലബിൾ ആണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് അതും കൂടി നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ കയറി. അപ്പൊ ഇതാണ് ഇവരുടെ റിസോർട്ട് സ്റ്റൈലിലുള്ള സ്റ്റേസ് വരുന്നത്. ലേ വാലുവർ അല്ലെങ്കിൽ ലെവലോർ റൂംസിലേക്കുള്ള ചെക്ക് ഇൻ കൗണ്ടർ ആണ്. അപ്പൊ അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവരുടെ ഒരു കോൺഫറൻസ് ഹാൾ ഒന്ന് കാണാം. ഇവിടെ 60 to 70 പേരുള്ള ഏതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലെങ്കിൽ സെലിബ്രേഷൻസ് നടത്താവുന്ന ഒരു ആപ്റ്റ് ഹാളാണ്. ഇവർക്ക് ഇവിടെ ലൈറ്റും സൗണ്ടും പ്രൊജക്ടേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ അവർ ബേസിസിലാണ് റേറ്റ് വരുന്നത്. അപ്പൊ പെർ അവർ 1500 റുപ്പീസ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ലെമോൺ റെസ്റ്റോറന്റായി കൊളാബ് ചെയ്യുമ്പോൾ ഇത് 1000 താഴെ റേറ്റ് വരുന്നതാണ്. നമുക്കിനി ഇവരുടെ റൂംസ് ഒന്ന് കണ്ടു കളയാം. 4 ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ട്. സൂട്ട് റൂംസ് ഉണ്ട്, ജൂനിയർ സൂട്ട് റൂംസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് റൂംസ് ഉണ്ട്, പ്രീമിയം റൂംസ് ഉണ്ട്. അപ്പൊ സൂട്ട് റൂംസ് ഒക്കെ ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് എനിക്ക് പ്രീമിയം റൂമും സ്റ്റാൻഡേർഡ് റൂമാണ് കാണാൻ കിട്ടിയത്. അപ്പോ ഇതാണ് ഇവരുടെ സ്റ്റാൻഡേർഡ് റൂം. ഈ ഒരു റേറ്റ് വരുന്നുണ്ട് പെർ ഡേ. ശരിക്കും റിസോർട്ട്സിലൊക്കെ കാണുന്ന പോലെ ആ ഒരു സ്റ്റൈലിഷ് റൂം തന്നെയാണ്. ഡബിൾ ഒക്യുപ്പൻസി ആണ് വരുന്നത്. എല്ലാവിധ ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും ഉണ്ട്. എല്ലാ റൂംസും എയർ കണ്ടീഷൻഡ് ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടുണ്ട് കേർട്സി ലെമൂൺ റെസ്റ്റോറന്റ്. പിന്നെ സ്റ്റാൻഡേർഡ് റൂം ആയതുകൊണ്ട് കുറച്ചൊരു കൺജഷൻ ഉണ്ട്. പക്ഷെ 2 പേർക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവിടെ ഉള്ളൊരു വാർഡ്രോബാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു LED TV ഉണ്ട്. പിന്നെ ഒരു ടേബിൾ ആൻഡ് ചെയർ ഉണ്ട്. ഒരു ലോങ് ഡ്രസ്സിംഗ് ടേബിൾ, മിറർ ഉണ്ട്. പിന്നെ ടൗണിന്റെ വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു വലിയ വിൻഡോ ഉണ്ട് വിത്ത് ബ്ലൈൻഡ്സ്. പിന്നെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം കം വാഷ് ഏരിയയും വരുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഇവരുടെ പ്രീമിയം റൂമാണ്. അപ്പൊ അതിന് വരുന്ന റേറ്റ് ആണിത്. ഇവിടെ ആകെയുള്ള ഒരു വ്യത്യാസം ഇവരുടെ ബെഡ്റൂം കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. അതായത് കുറച്ചും കൂടി ലെങ്ത് കൂടുതലാണ്. ബാക്കി സ്റ്റാൻഡേർഡ് റൂംസിലത്തെ എല്ലാ ഫെസിലിറ്റീസ് ആൻഡ് അമ്യൂണിറ്റീസ് ഇവിടെയും അവൈലബിൾ ആണ്. പക്ഷെ ഇതനുസരിച്ച് ഇവിടുത്തെ ബാത്റൂമിന്റെ സൈസ് കുറച്ച് ചെറുതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ മോർ ദാൻ 3 മെമ്പേഴ്സ് സ്റ്റേ ആണെങ്കിൽ എക്സ്ട്രാ ബെഡ് ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ സ്റ്റേ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വീഡിയോ കാണിച്ചു കൊടുത്താൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് റെസ്റ്റോറന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റേനെ കുറിച്ചോ എന്ത് ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസും ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. നോമ്പുകാലത്ത് നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിയായി വന്ന് ഇവിടെ കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇവിടെ സ്റ്റേ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ
healthy. Bye.